വചനസാരം വചനസാരം. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വചനസാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കാനാൻകാരിയുടെ ആഴമേറിയ വിശ്വാസത്തെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളിൽ നാം ഇന്ന് വിചിന്തനത്തിനായി എടുക്കുന്നു. ഒരു കാനാൻകാരി ഈശോയുടെ അടുത്ത് വന്ന് തൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യത്തിനായി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. എന്നാൽ യേശു അവളിൽ നിന്ന് മുഖം തിരിഞ്ഞു നിന്ന് അവളെ ശകാരിക്കുന്നത് നാം കാണുന്നു. ബൈബിളിൽ മറ്റൊരിടത്തും ഇതുപോലൊരു സംഭവം നാം കാണുന്നില്ല. എന്തുകൊണ്ടാണ് ഈശോ ഇപ്രകാരം അവളോട് കാണിക്കുക? കാരണം ആ അമ്മയുടെ ഉള്ളു മനസ്സിലാക്കിയ ഈശോ ആ വിശ്വാസത്തിൻ്റെ ആഴവും തീക്ഷ്ണതയും മനസ്സിലാക്കിക്കൊണ്ട് അവളുടെ വിശ്വാസത്തിൻ്റെ ആഴം തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. ആ കാനാൻകാരി സ്ത്രീ യേശുവിനെ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. എന്നാൽ അവൾ ഈശോയെ പറ്റി കേട്ടിട്ടുണ്ട്. എങ്കിലും അവളുടെ വിശ്വാസം അത്രമാത്രം വലുതായിരുന്നു. ദാവീദിന്റെ പുത്ര എന്ന് വിളിക്കുന്നതിലൂടെ നമുക്കത് വ്യക്തമാകും. ദൈവം ദാവീദിന് നൽകുന്ന വാഗ്ദാനം സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 11-ാം വാക്യം മുതൽ ഉള്ള ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്. ദാവീദിനോട് ദൈവം പറയുക, നിന്റെ ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവന്റെ രാജ്യം സുസ്ഥിരമാക്കും. നമുക്കറിയാവുന്നതുപോലെ ദാവീദിന്റെ പുത്രനായ സോളമൻ 40 വർഷം മാത്രമേ രാജ്യം ഭരിച്ചിട്ടുള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ വാഗ്ദാനം എന്ന് പറയുന്നത് സോളമനെ ഉദ്ദേശിച്ചല്ല, മറിച്ച് കാലത്തിന്റെ പൂർണ്ണതയിൽ ഭൂമിയിൽ അവതരിച്ച നിത്യമായ രാജ്യമൊരുക്കി തന്ന മിശിഹായെ ഉദ്ദേശിച്ചാണ്. ഈശോയുടെ കൂടെ നടക്കുകയും അവൻ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കാണുകയും ചെയ്ത ശിഷ്യന്മാർക്ക് അത് ഇതുവരെയും മനസ്സിലായിട്ടില്ല. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലെ അവസാന ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ് അവൻ മിശിഹായാണെന്ന് പത്രോസ് ഏറ്റുപറയുക. എന്നാൽ ഈ സ്ത്രീ ഈശോയെ കാണുമ്പോൾ തന്നെ ആദ്യം വിളിക്കുന്നത്, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്നാണ്. ആ വിളിയിൽ തമ്പുരാൻ അവളുടെ വിശ്വാസത്തിന്റെ ആഴം മനസ്സിലാക്കുന്നുണ്ട്. വിശ്വാസത്തിന്റെ ആഴത്തെയും തീവ്രതയെയുമാണ് ഈ സ്ത്രീ നമ്മെ ഓർമ്മിപ്പിക്കുക. നമ്മുടെ ദേവാലയത്തിൽ കടന്നു വരുന്ന മറ്റു മതസ്ഥർ ദേവാലയത്തെയും ആരാധനയുമൊക്കെ വളരെ ദിവ്യമായ ഭക്തിയോടുകൂടെ സമീപിക്കുമ്പോൾ നമ്മുടെയൊക്കെ സമീപം എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം എപ്രകാരമാണ് എന്നത് നമ്മുടെ ഒരു ചിന്തയും ധ്യാനവും ആക്കേണ്ടതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ വാശി പിടിക്കുന്ന ഒരു യാക്കോബിനെ നമ്മൾ കാണുന്നുണ്ട്. അവൻ്റെ വിശ്വാസത്തിൻ്റെ ആഴമാണ് അവനെ യാക്കോബിൽ നിന്ന് ഇസ്രായേലിലേക്ക് വളർത്തിയത്. ഈ അമ്മയുടെ വിശ്വാസവും ഇപ്രകാരം തന്നെയാണ്. എന്നെ അനുഗ്രഹിക്കാതെ നിന്നെ ഞാൻ വിടുകയില്ല എന്ന് വാശി പിടിച്ചു നിൽക്കുന്ന കാനാൻകാരി സ്ത്രീ. അന്വേഷിക്കുവിൻ നാം കണ്ടെത്തും, മുട്ടുവിൻ നമുക്ക് തുറന്നു കിട്ടും, ചോദിപ്പിൻ നമുക്ക് ലഭിക്കുമെന്ന് സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. ഒരിക്കൽ മാത്രമുള്ള ചോദ്യമല്ല, ലഭിക്കുന്നതുവരെ ചോദിക്കാനാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുക. ഈശോ അവളുടെ ആവശ്യം പൂർണ്ണമായിട്ടും നിരാകരിച്ചിട്ടും അവൻ്റെ പിന്നാലെ അത് ലഭിക്കുന്നതുവരെ പോയവളാണ് ഈ കാനാൻകാരി സ്ത്രീ. അവൾക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം അത് വളരെ ആഴപ്പെട്ടതായിരുന്നു. അവന് സൗഖ്യത്തെ നൽകുവാൻ കഴിവുള്ളവനാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. നമുക്കും പരിശോധിക്കാം, എത്രത്തോളം സ്ഥിരതയോടുകൂടെ ക്രിസ്തുവിന് വേണ്ടി നാം നിലനിൽക്കുന്നുണ്ട്, അതിനുവേണ്ടി നാം എത്രത്തോളം പരിശ്രമിക്കുന്നുണ്ട് എന്ന്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വചനസാരം വചനസാരം.